ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് നാളെ. രാഷ്ട്രീയ പോഷൺ മാ 2024ന്റെ സമാപന ചടങ്ങ് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനെസ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തിക്ക്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി 177 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ 10ാം ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും ചടങ്ങിൽ പങ്കെടുക്കും. ജമ്മു കാശ്മീരിൽ നാളെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സുഗമവും സമാധാനപരവുമായ പോളിംഗിനായി ജമ്മു കാശ്മീരിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. മൂന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പുകൾ സമാധാനപരമായിരുന്നു. വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് നടക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ അടുത്ത മാസം 8-ന്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് നരൈൻഗഡിൽ നിന്ന് കുരുക്ഷേത്ര വരെ പദയാത്ര നടത്തും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി താനേസറിൽ റോഡ് ഷോയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പഞ്ച്കുലയിൽ ജൻ ആശീർവാദ് റാലിയിൽ പങ്കെടുക്കും. ഇന്നലെ റോഹ്തക്കിൽ നടന്ന റാലിയെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ അഭിസംബോധന ചെയ്തു. രാഷ്ട്രീയ പോഷൺ മാ 2024ന്റെ സമാപന ചടങ്ങ് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവും പോഷകസമൃദ്ധവുമായ ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ ശ്രമമാണ് രാഷ്ട്രീയ പോഷൺ മാ 2024. സമാപന ചടങ്ങിൽ രാജ്യമെമ്പാടുമായി 11,000-ലേറെ സക്ഷം അംഗൻവാടി കേന്ദ്രങ്ങളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനെസ് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും അദ്ദേഹം സന്ദർശിക്കും. വ്യാപാര വ്യവസായ പ്രമുഖരുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും ശ്രീ ഹോൾനെസ് ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം, സാമ്പത്തിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കാൻ സന്ദർശനം സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നാളെ US വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തും. വാഷിംഗ്ടൺ DC-യിൽ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ഉൾപ്പെടെ വിവിധ ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US-ലേക്ക് യാത്ര തിരിക്കും. US വാണിജ്യ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വാഷിംഗ്ടണിൽ മറ്റന്നാൾ നടക്കുന്ന ഇന്ത്യ USA CEO ഫോറത്തിലും ബുധനാഴ്ച നടക്കുന്ന 6ാമത് ഇന്ത്യ US വാണിജ്യ സംഭാഷണത്തിലും ശ്രീ പീയൂഷ് ഗോയൽ സഹ അധ്യക്ഷത വഹിക്കും. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവാണ് ആരോപണം ഉന്നയിച്ചത്. തിരുപ്പതി തിരുമല ദേവസ്വത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിന് 177 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ബാർഹ് 1, 2 നിലയങ്ങളിൽ നിന്നാണ് യഥാക്രമം 80 മെഗാവാട്ട്, 97 മെഗാവാട്ട് വീതം വൈദ്യുതി ലഭ്യമാക്കുക. വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ 300 മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഒക്ടോബർ 1 മുതൽ 2025 മാർച്ച് 31 വരെയാണ് വൈദ്യുതി ലഭ്യമാവുക. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തി അർഹനായി. മിഥുൻ ചക്രവർത്തിയുടെ ശ്രദ്ധേയമായ സിനിമാ യാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് മിഥുൻ ചക്രവർത്തി നൽകിയ വിശിഷ്ടമായ സംഭാവനകൾ പരിഗണിച്ചാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകുന്നത്. അടുത്ത മാസം നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1950 ജൂൺ 16 ജനിച്ച മിഥുൻ ചക്രവർത്തി 1976 മൃണാൾ സെന്നിന്റെ മൃഗയ എന്ന സിനിമയിലൂടെയാണ് തന്റെ അഭിനയ അരങ്ങേറ്റം കുറിച്ചത്. ഇതിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഡിസ്കോ ഡാൻസർ, അഗ്നിപഥ്, മുझे ഇൻസാഫ് ചാഹിയെ, ഹംസേ ഹേ സമാന, പസന്ദ് അപ്നി അപ്നി, ഘർ ഏക് മന്ദിർ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ. പത്മഭൂഷൺ ലഭിച്ച മാസങ്ങൾക്കുള്ളിലാണ് ഈ പരമോന്നത പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഇന്ത്യൻ സിനിമയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ നൽകിയ സംഭാവനകളെ അനുസ്മരിക്കുന്നതിനായി 1969 മുതലാണ് ആദ്യമായി ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മിഥുൻ ചക്രവർത്തിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് സമാനതകളില്ലാത്ത സംഭാവന നൽകിയ വ്യക്തിത്വമാണ് ശ്രീ മിഥുൻ ചക്രവർത്തിയെന്ന് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി കുറിച്ചു. വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കൊണ്ട് തലമുറകളുടെ പ്രശംസ നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2ാം ടെസ്റ്റ് മത്സരത്തിന്റെ 4ാം ദിനം കളി ഇന്ന് രാവിലെ പുനരാരംഭിച്ചു. ഇന്ത്യയ്ക്കെതിരെ 3 വിക്കറ്റിന് 107 റൺ എന്ന നിലയിൽ നിന്നാണ് ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് കളി പുനരാരംഭിച്ചത്. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ബംഗ്ലാദേശ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺ എന്ന നിലയിലാണ്. നേരത്തെ മഴ കാരണം ഇന്നിംഗ്സിലെ 2, 3 ദിനങ്ങളിലെ കളികൾ ഉപേക്ഷിച്ചിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ബീഹാറിൽ കനത്ത മഴയിൽ കോസി, ഗണ്ഡക്, ബാഗ്മതി, മഹാനന്ദ, കമൽ ബാലൻ എന്നിവയുൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകി. 100-ലധികം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. 16 ജില്ലകളിലായി 4 ലക്ഷത്തിലധികം ജനങ്ങളാണ് ദുരിതത്തിൽ അകപ്പെട്ടത്. ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഇന്നലെ വെള്ളപ്പൊക്ക പ്രദേശത്ത് വ്യോമ നിരീക്ഷണം നടത്തി. നേപ്പാളിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയാണ് ബീഹാറിൽ ദുരിതം വിതച്ചത്. നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 192 പേർ മരിച്ചു. 30 പേരെ കാണാതായി. പ്രകൃതിക്ഷോഭത്തിൽ 194 പേർക്ക് പരിക്കേറ്റതായി നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയ വക്താവ് ഋഷിറാം തിവാരി അറിയിച്ചു. ഇതുവരെ 4500-ലധികം ദുരന്ത ബാധിതരെ രക്ഷപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ദുരിതബാധിതർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിയന്തര സഹായ സാമഗ്രികൾ വിതരണം ചെയ്തു. ഗതാഗതം സുഗമമാക്കുന്നതിനായി ഹൈവേ തുറന്നുകൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും തിവാരി വ്യക്തമാക്കി. അന്തരിച്ച സിപിഐഎം നേതാവ് എം ലോറൻസിന്റെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു. ലോറൻസിന്റെ സംസ്കാരം സംബന്ധിച്ച് മക്കൾക്കിടയിൽ തർക്കത്തെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സമിതി ഭൌതിക ശരീരം പഠന ആവശ്യങ്ങൾക്കായി മെഡിക്കൽ കോളേജിന് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ അദ്ദേഹത്തിന്റെ മകൾ ആശ ലോറൻസ് സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. കേസ് കോടതി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കും. പെറുവിലെ ലിമയിൽ നടക്കുന്ന ISSF ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ എയർ റൈഫിൾ മിക്സഡിൽ ഇന്ത്യൻ ജോഡികളായ ഗൌതമി ഭാനോട്ട്, അജയ് മാലിക് സഖ്യം വെങ്കലം നേടി. ക്രൊയേഷ്യയെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം മെഡൽ നേടിയത്. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകളുമായി ഇന്ത്യ 1ാം സ്ഥാനം നിലനിർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് നാളെ. രാഷ്ട്രീയ പോഷൺ മാ 2024ന്റെ സമാപന ചടങ്ങ് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനെസ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തിക്ക് അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി 177 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ടെസ്റ്റ് മത്സരത്തിന്റെ 1ാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പുനരാരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.